പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പെൺകുട്ടികളുടെ പരാതിയിൽ ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർക്കെതിരെ കേസ്. പാർത്ഥസാരഥി എന്ന സ്വാമി ചൈതന്യാനന്ദക്കെതിരെയാണ് കേസെടുത്തത്. ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും കടന്നുപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടി 17 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുഞ്ചിലാണ് ശൃംഗേരി ശ്രീ ശാരദ പീഠത്തിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്കോളർഷിപ്പ് ലഭിച്ച് PG ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് പിന്നോക്ക അവസ്ഥയിലുള്ള 32 പെൺകുട്ടികൾ. ഇതിൽ 17 പേരാണ് ഡയറക്ടർ കൂടിയായ സ്വാമി ചൈതന്യാനന്ദക്കെതിരെ മൊഴി നൽകിയത്. അശ്ലീല ചൊവ്വയോടെ മെസ്സേജ് അയച്ചു, കടന്നുപിടിച്ചു എന്നിങ്ങനെയാണ് പരാതി. കുട്ടികളെ റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതും ഫ്രീയായി വിദേശത്തേക്ക് ടൂർ കൊണ്ടുപോകാമെന്ന് പറയുന്ന ചാറ്റുകളുടെ വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നു. വഴങ്ങിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന കുട്ടികളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിവരമുണ്ട്. ആശ്രമത്തിലെ വനിതാ ജീവനക്കാരും ഡയറക്ടറുടെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചതായും പെൺകുട്ടികൾ ആരോപിച്ചു. സ്ഥാപനത്തിലെ വാർഡനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ചൈതന്യാനന്ദ ഉപയോഗിച്ചിരുന്ന വോൾവോ കാറിലെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റാണ് വാഹനത്തിലുണ്ടായിരുന്നത്. CCTVയും പോലീസ് പരിശോധിച്ചു. പ്രതി ആഗ്രയിലേക്ക് കടന്നതായാണ് വിവരം. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശ്രീ ശാരദാ പീഠം അധികൃതർ നീക്കി. പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ഡൽഹി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.